മറിയാമിൻ സ്മരണം വരദായകമാകാൻ തൽപ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനു കോട്ട. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ ധ്യാനത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ആണ്. ഈ വേദഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും സുപരിചിതമാണ്. യേശുക്രിസ്തുവിന്റെ 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം പെസഹ പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിൽ പോവുകയും മടക്കയാത്രയിൽ യേശുവിനെ കാണാതെയാകുകയും തിരിച്ച് യെരുശലേം ദേവാലയത്തിൽ വെച്ച് തന്നെ യേശുവിനെ കണ്ടെത്തുന്നതുമായ കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ഈ വേദഭാഗത്തിൽ തിരുക്കുടുംബത്തെ ദർശിക്കാൻ സാധിക്കുന്നു. തിരുക്കുടുംബം, ദ ഹോളി ഫാമിലി. തിരുക്കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ജോസഫ്, മറിയം, യേശു എന്നിവർ ആണ്. ജോസഫിന്റെ കുടുംബം ആത്മീയ കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുക്കൾ ആയിരുന്നു. അവർ കുടുംബമായി ആരാധനയിൽ പങ്കെടുക്കുകയും പെസഹ പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിൽ പോവുകയും പതിവായിരുന്നു. ഇന്നത്തെ തലമുറയിൽ കുടുംബമായി ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. മാതാപിതാക്കളായി നമ്മളെ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ആയതിനാൽ കുടുംബമായി ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ നാം പരമാവധി ശ്രമിക്കണം. തുടർന്നുള്ള വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നത് മാതാവിന്റെ സാമൂഹ്യപരമായ ഒരു നല്ല ബന്ധത്തെയാണ് നാം കാണുന്നത്. ആത്മീയ കാര്യങ്ങളോടൊപ്പം തന്നെ സാമൂഹ്യപരമായ ഒരു നല്ല ബന്ധം മാതാവ് കാത്തു സൂക്ഷിച്ചതായി ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശുവിനെ കാണാതായതിനു ശേഷം ചാർച്ചക്കാരുടെ ഇടയിലും സഹയാത്രക്കാരുടെ ഇടയിലും യേശുവിനെ തിരയുന്നതായി നമുക്ക് കാണാം. മാതാവിനറിയാം യേശു അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു വിശ്വാസം മാതാവിന്റെ ഉള്ളിലുണ്ട്. ഇതിൽ നിന്നും ഇന്നത്തെ നമ്മുടെ ബന്ധം, നമ്മുടെ സാമൂഹ്യ ബന്ധം, നമ്മുടെ അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് നാം സ്വയം ചോദന ചെയ്യുന്നത് നല്ലതായിരിക്കും. തുടർന്നുള്ള വേദഭാഗത്ത് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് അമ്മ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. എന്നോട് എന്നല്ല, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ കാണാൻ കഴിയുന്നത് മാതാവിന്റെയും യോസഫിന്റെയും എഫക്റ്റീവായിട്ടുള്ള ഒരു പാരന്റിങ്ങും കുഞ്ഞിന്റെ കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്വം രണ്ടുപേർക്കും ഉണ്ടെന്നും നാം മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഗബ്രിയേൽ മാലാഖയിൽ നിന്നും മാതാവിന് മാത്രം ലഭിച്ച ഒരു വലിയ വരദാനമാണ് എന്നുള്ള ബോധത്തോടു കൂടിയാണ് യോസേഫ് പിതാവിനെ കാണാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അപ്പന്റെ പ്രാധാന്യം അമ്മമാർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അത് വളരെ ശ്രേഷ്ഠമായി തീരുന്നത്. മുമ്പോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ മാതാവ് യേശുവിനോട് പറയുന്നുണ്ട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചു നിന്നെ തിരഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഈ വാക്യങ്ങളിലെല്ലാം തന്നെ മാതാവ് ഒരു പിതാവിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. അടുത്തതായി യേശുവിന്റെ അനുസരണാശീലം. ഇതിൽ നിന്നും ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ അനുസരണാശീലം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. എന്റെ പിതാവിൽ ഉള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലേ എന്ന് മാതാവിനോട് ചോദിക്കുകയും എന്നാൽ മാതാവിന്റെ സ്നേഹത്തിനു മുൻപിൽ, വാത്സല്യത്തിനു മുമ്പിൽ അനുസരണയോടെ അവരുടെ കൂടെ തിരികെ പോവുകയും ചെയ്യുന്നതായി നമ്മൾ ഈ വേദഭാഗത്തിൽ കാണുന്നു. നമ്മുടെ സ്ലീബാ നമസ്കാരത്തിൽ 3-ാം മണിയിൽ നമ്മൾ പാടുന്നത് പോലെ മാതാവിനെ പോലെ ആരും ഉയർത്തപ്പെട്ടിട്ടില്ല, മാതാവിനെ പോലെ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല. പരിശുദ്ധ അമ്മ അറിവിന്റെ നിറകുടമാണ്, ജ്ഞാനത്തിന്റെ വലിയ കേദാരമാണ്, സ്നേഹത്തിന്റെ കരുതലാണ്, വിനയത്തിന്റെ മൂർത്തിഭാവമാണ്. ദൈവീകത്വം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് നമുക്ക് മാതാവിനെ പോലെ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നത്. അമ്മയുടെ അടുക്കൽ കടന്നു വരുന്നവരായ പ്രിയപ്പെട്ടവർക്കെല്ലാം തന്നേക്കാൾ ഉപരിയായി അമ്മ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വലിയ തെളിവാണ് നമ്മൾ ഈ വേദഭാഗത്തിൽ കാണുന്നത്. ഈ നോമ്പ് സമയത്ത് അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.